പരിശുദ്ധ പരമപിതാവായ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ മഹാസംഗീത വിരുന്നായ ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. Come, let's sing and praise the Lord with lots of songs together. As we know, നമ്മളെല്ലാവരും ഒരു സോഷ്യൽ ബീയിങ് ആണ്. നമ്മളെപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് അല്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെങ്കിലും നമ്മളൊക്കെ റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്രയും പാപങ്ങൾ ചെയ്തിട്ടും നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവുണ്ട് നമുക്ക്. അതിലും വലിയൊരു റേ ഓഫ് ഹോപ്പ് നമ്മുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും വേണോ? സോ അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ആദ്യമായിട്ട് ഈ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. സോ അത് പാടുന്നത് ഏതനാണ്. ഒത്തിരി സ്നേഹത്തോടെ മോനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ഏതൻ. ഹായ്. ഹൗ ആർ യു? ഫൈൻ. സോ എവിടുന്നാ വരുന്നേ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുവാ. സേ കമ്മിങ് ഫ്രം ബാംഗ്ലൂർ. അപ്പൊ ഒരു ലോങ് ജേർണി അല്ലായിരുന്നോ? മടുത്തോ? ഇല്ല ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ മോൻ പാടുന്നേ? ഞാൻ ഇന്ന് കർത്താവിൽ സന്തോഷം കർത്താവിൽ സന്തോഷം. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണല്ലോ. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടില്ലേ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ. സന്തോഷം ആവനൻ ഫലം പാരിതിൽ
എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഗോ ടു പേഴ്സൺ നമ്മുടെ അമ്മയായിരിക്കും അല്ലേ? കാരണം അമ്മ വഴി നൈസായിട്ട് അപ്പയുടെ അടുത്ത് ചോദിച്ച് കാര്യം സാധിപ്പിച്ചെടുക്കാറുണ്ടല്ലോ. ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയിലും ചെയ്യാറ്. നമ്മൾ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും. ബിക്കോസ് വി ഹോപ്പ് ദാറ്റ് മാതാവ് വഴി ഈശോൻ്റെ അടുത്ത് എത്തി നമുക്ക് അനുഗ്രഹം എന്തായാലും കിട്ടുന്നു. എൻ്റെ ലൈഫിലും എനിക്ക് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ നന്ദി പറയാൻ ഇടയ്ക്ക് മറന്നു പോകാറുണ്ട് അല്ലേ? അപ്പം നെക്സ്റ്റ് സോങ് അതിനൊരു റിമൈൻഡറാണ്. നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തരുന്ന മാതാവിൻ്റെ അടുത്ത് ഒരു വന്ദനം പറയുന്നതാണ് കേട്ടോ. ഇനി പാടാൻ പോകുന്നത് ഒരു ട്രയോ പെർഫോമൻസ് ആണ്. അപ്പോൾ അതിലെ ഒരു അംഗമാണ് നിഹ. അപ്പോൾ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ മോളെ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹായ് നിഹ, ഹൗ ആർ യു? ഓക്കെ. അപ്പൊ നിഹ എവിടുന്നാ വരുന്നത്? ആലപ്പുഴ. അപ്പൊ ട്രയോ പെർഫോമൻസ് അല്ലേ? അപ്പൊ ഏത് പാട്ടാ പാടുന്നത്? വന്ദനം വന്ദനം. ഓക്കെ. അപ്പൊ കൂടെ പാടുന്ന കുട്ടികൾ ആരൊക്കെയാ? റൂത്ത് ജെസിയ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ മൂന്നുപേരും ഇവിടെ നന്നായിട്ട് പ്രിപ്പയർ ആയിട്ടില്ലേ? ഓക്കെ. അപ്പൊ മോള് ചെറുപ്പം തൊട്ടേ പാട്ടൊക്കെ പഠിക്കുന്നതാണോ? പള്ളിയിലെ കൊയറിലൊക്കെ പാടുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോയാലോ? ഓക്കെ.
you ask me the definition of love, I would say it's my mother's love. എൻ്റെ അമ്മയുടെ സ്നേഹമാണ് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്യുവറസ്റ്റ് ഫോം ഓഫ് ലവ്. പക്ഷെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നാണ് ബൈബിളിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവിടുത്തെ സ്നേഹം എത്ര അൺകണ്ടീഷണൽ ആണ്. നമ്മളിൽ നിന്നൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് നമ്മുടെ അമ്മേനെക്കാളിലും കൂടുതൽ അവിടെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അടുത്തതായി പാടാൻ പോകുന്നത് ജസിയലാണ്. അപ്പോൾ ഈ ഒരു മീനിങ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ജസിയൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ടാലോ. സോ ഫോർ ദാറ്റ് ഐ വെൽക്കം ജസിയൽ ടു ദ ഡയസ്. ഹായ് ജസിയൽ. ഹായ്. ഹായ്. സോ മോൾ എവിടുന്നാ വരുന്നത്? ആലപ്പുഴ. ഓക്കെ, അപ്പം ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ നമ്മൾ ഈ ഒരു പാട്ട് പാടാൻ വന്നേ അല്ലേ? ഷാലോമിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അതെ. അതെ അല്ലേ? ഓക്കെ, അപ്പം ഏത് സോങ്ങാ മോള് പാടുന്നത്? ഇത്രയേറെ സ്നേഹം. ഇത്രയേറെ സ്നേഹം. നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടില്ലേ? ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? റൈറ്റിംഗ് ഉണ്ട്. മൈക്ക് കുറച്ചുകൂടെ അടുത്ത് വെച്ചു. റൈറ്റിംഗ് ഉണ്ട്. റൈറ്റിംഗ് ഉണ്ട്. അപ്പം സ്വന്തമായിട്ട് ഏതെങ്കിലും പാട്ടൊക്കെ എഴുതി പാടിയിട്ടൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടോ പാട്ട് എഴുതാനൊക്കെ? നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം എന്നാൽ നമുക്കിപ്പോൾ പാട്ട് കേട്ടാലോ? ഓക്കെ. ഇന്നിലെന്തു നന്മയുള്ളൂ
എന്തെങ്കിലും ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മളത് എത്ര പ്രഷ്യസ് ആയിട്ടായിരിക്കില്ലേ നമ്മളത് സൂക്ഷിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പെറ്റ് ആനിമൽ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നന്നായിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇടയനായ കർത്താവ് കുഞ്ഞാടുകളായ നമ്മളെ എത്ര മനോഹരമായിട്ടാണ് സംരക്ഷിച്ച് കൊണ്ട് നടക്കുന്നത്. ആ ഒരു മീനിങ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അടുത്തത്. അതൊരു ഗ്രൂപ്പ് സോങ് ആണ്. സോ കാൻഡിൽസ് ബാൻഡിൻ്റെ എല്ലാ അംഗങ്ങളെയും ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആലപിക്കാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചത്തെ ഹോളി ബീറ്റ്സിൻ്റെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ സോങ്സ് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷാലോമിന് ഒഫീഷ്യലായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നമ്മുടെ പാട്ടുകൾ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് ഈ സോങ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് സാറ്റർഡേ ഈ സെയിം ടൈമിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. സ്റ്റിൽ ദെൻ ബി ഹാപ്പി ആൻഡ് എൻജോയ് യുവർ സെൽഫ്. ബൈ എവരിവൺ.